ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ 18 വയസ്സിന് മുകളിലേക്കുള്ളവർ മാത്രം ട്രേഡ് ചെയ്യുക. ഓക്കെ, നന്നായിട്ട് ട്രേഡിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ ആയിട്ടുള്ളൊരു ജേണി നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും. ഓക്കെ, ഇത് മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നമുക്കിതങ്ങോട്ട് കളയാം. ഓക്കെ, ഇന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ എന്നല്ല, ഒരു കാൽക്കുലേഷനാണിത്. ഓക്കെ, ഈസി കാൽക്കുലേഷൻ. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താ പറയണതെന്ന് മനസ്സിലാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് എത്ര ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ആ ക്യാപിറ്റലിന് എത്ര എമൗണ്ടാണ്, ഇപ്പോൾ എൻ്റെ അടുത്ത് 1,00,000 രൂപ ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ 50,000 രൂപ ഉണ്ടെന്ന് വെക്കുക. അതിൽ എത്ര രൂപയാണ് ഞാൻ ഫസ്റ്റ് ട്രേഡ് ഇടേണ്ടത്, എത്ര രൂപയാണ് സെക്കൻഡ് ട്രേഡ് ഇടേണ്ടത്, എത്ര രൂപയാണ് തേർഡ് ട്രേഡ് ഇടേണ്ടത് എന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ട്രേഡിലേക്ക് ഇടാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ഫോർമാറ്റ് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ വലിയൊരു ഫോർമാറ്റ് ഡിസൈനറൊന്നുമല്ല, എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ ഞാനൊരു ഡിസൈൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയായിക്കോട്ടെ, ഞാൻ പറയുന്ന എമൗണ്ട് എത്രയാണോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് എമൗണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, ഇവിടെയായിരിക്കും നിങ്ങളുടെ യുവർ ട്രേഡിംഗ് എമൗണ്ട് വരിക. ഓക്കെ, ഇപ്പോൾ 5,000 രൂപ ക്യാപിറ്റലുള്ളവനും അല്ലെങ്കിൽ 10,000 രൂപ ക്യാപിറ്റലുള്ളവനും അല്ലെങ്കിൽ 1,00,000 രൂപയുടെ ക്യാപിറ്റലുള്ള ആൾക്കും അല്ലെങ്കിൽ 10,00,000 രൂപ ക്യാപിറ്റലുള്ള ആൾക്കും ഒരേപോലെ ആയിരിക്കില്ല ഫസ്റ്റത്തെ ട്രേഡ് അല്ലെങ്കിൽ സെക്കൻഡ് ട്രേഡ്, തേർഡ് ട്രേഡ്. ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ട്രേഡ് എടുക്കുന്നതിനുള്ള എമൗണ്ട് നിങ്ങൾ ഇടേണ്ടത് അല്ലേ. ഓരോരുത്തർക്കും ഓരോ വ്യത്യാസമായിരിക്കും അല്ലേ. 5,000 രൂപ ഇടുന്നവനല്ല 10,000 രൂപ ഇടുന്നത്, 10,000 രൂപ ഇടുന്ന ആൾക്കല്ല 1,00,000 രൂപ ഇടുന്ന ആൾക്കാർക്ക് ട്രേഡിംഗ് എമൗണ്ട് ഓക്കെ അത് വ്യത്യാസമുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു സാധാരണ ഞാൻ ഗ്രൂപ്പിൽ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതലാണ് നമ്മളത് പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾക്കൊന്നും കൂടെ ഇത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോർമാറ്റ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതിന് മുമ്പ് ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ പബ്ലിക് ചാനൽ. ഓക്കെ, മായവി ട്രേഡിംഗ് എന്ന് പറഞ്ഞ പബ്ലിക് ചാനലുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് നമ്മുടെ VIP ഗ്രൂപ്പിലേക്ക്, ഇതാണ് VIP ഗ്രൂപ്പ്, ഈ VIP ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള സിഗ്നൽസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ സിഗ്നൽസ് കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, USD BRL OTC ഡൗണിലേക്ക് എടുക്കാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇവിടെ 1,00,000 രൂപ ക്യാപിറ്റലുള്ളവനും അവൻ്റെ ഇഷ്ടത്തിനാണ് എമൗണ്ട് ഇടുന്നത്. അവനൊരു ഇതില്ല. ചിലപ്പോൾ 5,000 രൂപ ഈ അവനവെന്ന് പറയുന്നത് എൻ്റെ ഒരു ഈസിക്ക് വേണ്ടി പറയുന്നതാണ്. ആർക്കെങ്കിലും മോശമായിട്ട് തോന്നുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. ഓക്കെ ബ്രദർ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്താ പറയുക, ഞാൻ 1,000 രൂപ ചിലവർ 1,000 രൂപ ഇടും, ചിലവർ 5,000 രൂപ ഇടും. 1,00,000 രൂപ ക്യാപിറ്റലുള്ളവർ ചിലവർ 70 രൂപ ഇടും. അപ്പോൾ എത്ര രൂപയാണ് കറക്റ്റായിട്ട് ഇടേണ്ടത് എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഇതില്ല. അപ്പോൾ അതും ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫോർമാറ്റ് എന്ത് ചെയ്ത് നമ്മൾ ഡിസൈൻ ചെയ്യാമെന്നില്ല, ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ, ഇപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ 25,000 രൂപയാണ് ക്യാപിറ്റൽ എന്ന് വെക്കുക. ശ്രദ്ധിക്കുക, ഇതാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റൽ എത്രയാണോ അതിവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 25,000 രൂപ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇവിടെയാണ് ക്യാപിറ്റൽ, യുവർ ക്യാപിറ്റൽ. ഓക്കെ, ബേസിക് ക്യാപിറ്റൽ എന്ന് വേണ്ട, നമുക്ക് പ്ലാൻ ചെയ്യാം. യുവർ ക്യാപിറ്റൽ. ഓക്കെ, യുവർ ക്യാപിറ്റൽ എത്രയാണ്? 25,000 രൂപ. ഓക്കെ, ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ നാളെ മുതൽ ഞാൻ എമൗണ്ട് പറയും. ഓക്കെ, ഓരോ ട്രേഡിനും ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും. അപ്പോൾ ഞാൻ പറയുന്ന എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ട്രേഡ് എമൗണ്ട്. ഞാൻ പറയുന്ന എമൗണ്ട് നിങ്ങളിവിടെ അടിക്കുക. ഞാൻ 100 രൂപയാന്ന് പറഞ്ഞു എന്ന് വെക്കുക. ഇവിടെ അടിച്ച് 100 രൂപ. ഞാൻ പറഞ്ഞത് 100 രൂപ പറഞ്ഞു. നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള യുവർ ട്രേഡിംഗ് എമൗണ്ട്, നിങ്ങൾക്ക് ട്രേഡ് എടുക്കാനുള്ള എമൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 500 രൂപയ്ക്കാണ് അവിടെ ട്രേഡ് എടുക്കേണ്ടത്. മനസ്സിലായോ? നിങ്ങൾക്കിപ്പോൾ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ ക്യാപിറ്റൽ ഒരു 1 ലാഖാന്ന് വെക്കുക. ഓക്കെ, ഞാൻ എമൗണ്ട് പറഞ്ഞു ഒരു 150 രൂപയാണ് ഞാൻ എമൗണ്ട് പറഞ്ഞു എന്ന് വെക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട ട്രേഡ്, ഫസ്റ്റത്തെ ട്രേഡ് നിങ്ങൾ എടുക്കേണ്ടത് 3,000 രൂപയ്ക്കാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നിങ്ങളുടെ
എമൗണ്ട്, നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ട് ഇനി ഒരു 5000 രൂപയെന്ന് വെച്ചോട്ടെ. ഞാനിവിടെ നിങ്ങളോട് പറയുന്നത് ഒരു 90 രൂപയാണെന്നെങ്കിൽ നിങ്ങളിവിടെ 90 രൂപ തന്നെ എടുക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ എമൗണ്ട് 6200 ഇത്രയാണെന്ന് വെച്ചോട്ടെ, 6251 വെച്ചോട്ടെ. ഞാനിവിടെ പറയുന്നത് 70 രൂപയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് 88 രൂപയ്ക്ക് എടുക്കുക. 87 ചില്ലാന്ന് പറഞ്ഞാൽ 88 രൂപയ്ക്ക് നിങ്ങളെടുക്കുക. നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയായിക്കോട്ടെ, 7950 ഇത്രയാണെന്ന് വെച്ചോട്ടെ. ഞാനിവിടെ പറയുന്നത് 250 രൂപയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ എമൗണ്ടാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 70 രൂപയാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ എമൗണ്ടാണ് എടുക്കേണ്ടത്. ഞാനിവിടെ 80 രൂപയാണ് പറയുന്നതെങ്കിൽ, ഞാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ VIP ഗ്രൂപ്പിൽ ഞാൻ പറയുന്ന നെക്സ്റ്റ് ട്രേഡ് യു ക്യാൻ ടേക്ക് 80 റുപ്പീസ് എന്ന് ഞാൻ മെസ്സേജ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ 80 റുപ്പീസ് എന്ന് പറയുന്ന ട്രേഡ് ഇവിടെയാണ് അടിക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ 80 റുപ്പീസ് കൊണ്ട് ട്രേഡ് എടുക്കാനല്ല പറഞ്ഞത്. ഇത് ആ പറയുന്ന എമൗണ്ട് നിങ്ങളുടെ ക്യാപിറ്റലുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര രൂപയൊക്കെയാണോ നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് ആ എമൗണ്ട് ഇവിടെ കാണിക്കും. മനസ്സിലാവുന്നുണ്ടോ? അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വരില്ല, ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? എമൗണ്ടിൻ്റെ ഒരു കൺഫ്യൂഷനും നിങ്ങൾക്ക് വരില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇനി MTG എമൗണ്ടും ഞാൻ പറയുന്നു. ഇവിടെയാണ് നിങ്ങൾക്ക് വേറെ കാര്യം കൊണ്ടുള്ളത്. MTG എമൗണ്ടും ഞാൻ പറയുന്നതാണ്. അല്ലാതെ MTG എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഇതിൻ്റെ ഡബിൾ ഇടാൻ ഒന്നും പോകരുത്. ശ്രദ്ധിക്കുക, നിങ്ങൾ MTG എമൗണ്ട് നിങ്ങൾ ഡബിൾ ഇടാനോ ത്രിബിൾ ഇടാനോ ഒന്നും പോകരുത്. MTG എമൗണ്ട് ഞാൻ ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് 89 രൂപയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ നിങ്ങളുടെ ക്യാപിറ്റലനുസരിച്ച് ഈ എമൗണ്ട് ഇടാൻ പാടുള്ളൂ. കാരണം MTGയിലാണ് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത്, അല്ലേ? MTG എടുക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ലോസ്, ആരായിക്കോട്ടെ MTG എടുക്കുമ്പോഴാണ് കൂടുതൽ ലോസ് വരുന്നത്. അപ്പോൾ ആ MTG എന്നുള്ളതിന് നമുക്കൊരു കുറച്ചും കൂടെ കൂടുതൽ സിഗ്നൽ എടുക്കേണ്ടി വരും നമ്മുടെ ടാർഗറ്റ് ഇത് പ്ലാൻ ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 2% ആയിരിക്കും പെർ ഡേ, അല്ലേ? പെർ ഡേ 2% ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നുള്ളൂ, ഇതല്ല എമൗണ്ട്. ഓക്കെ, ജസ്റ്റ് 2% ആയിരിക്കും, അല്ലെങ്കിൽ 3% ആയിരിക്കും, അല്ലെങ്കിൽ 4% ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ പെർ ഡേ ടാർഗറ്റ്. അത് ടാർഗറ്റ് ഞാൻ തരുന്നതായിരിക്കും. ഓക്കെ, ഇന്ന മാർക്കറ്റ് കണ്ടീഷൻ നോക്കിയിട്ട് ഓക്കെ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 2% നമുക്ക് ഈ സെക്ഷനിൽ എടുക്കാം, അടുത്ത സെക്ഷനിൽ നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 3% എടുക്കാം, അടുത്ത ഇതിൽ 5% എടുക്കാം എന്നൊക്കെ ഞാൻ നേരത്തെ തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ തരുന്നതാണ്. അപ്പോൾ ഇവിടെ വളരെ ക്ലിയറാണ്. നിങ്ങളുടെ ബാലൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 7,850 ആണെങ്കിൽ 7,850 ആണെങ്കിൽ ഞാനിവിടെ 89 റുപ്പീസിന് എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 89 ഞാൻ പറയുന്ന എമൗണ്ട് നിങ്ങളിവിടെ അടിക്കുക. എന്നിട്ട് ഇവിടെ എന്താണോ എമൗണ്ട് വരുന്നത് ആ എമൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? എടുക്കുക. ഇപ്പോൾ 139.73 എന്ന് പറയുമ്പോൾ 140 ആക്കിയിട്ട് റൗണ്ട് ചെയ്തിട്ട് 140ക്ക് ട്രേഡ് എടുക്കുക. ക്ലിയറായോ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഈ എക്സൽ ഫയലിന് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, ഞാൻ എക്സൽ ഫയൽ നിങ്ങൾക്ക് ഇത് തരുന്നതായിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന, ഇതിനും നന്നായിട്ട് എക്സൽ ഫയൽ ഉണ്ടാക്കാൻ അറിയുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കുക, എന്നിട്ട് എനിക്കും കൂടെ ഒരു കോപ്പി അയച്ചതാ. ഓക്കെ, അത്രയേ ഉള്ളൂ. നല്ല ഇതായിട്ട് എക്സൽ ഒക്കെ ഉണ്ടാക്കാൻ അറിയുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ എനിക്ക് അയച്ചാൽ, ഇനി എക്സൽ ചെയ്യാൻ നല്ല ഇതിൻ്റെ ഇക്വേഷൻസും അതുപോലെ തന്നെയുള്ള പല കാര്യങ്ങളൊക്കെ എക്സലിൽ മാസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്കൊരു വർക്ക് തരാം, വിത്ത് പേയ്മെൻറ്റുള്ള ഒരു വർക്ക് തരാം. അതുകൂടെ പക്ഷേ നിങ്ങൾ മാസ്റ്റർ ആയിരിക്കണം അതിൽ. ഓക്കെ, മാസ്റ്റർ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ MTG കാൽക്കുലേഷനും അതും ഇതും എല്ലാം കൂടെ വരുന്ന ഒരു ഇതാണ്. അപ്പം അത്രയ്ക്കും നന്നായിട്ട് എക്സൽ അറിയുന്നവർക്ക് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് നല്ലൊരു പേയ്മെൻറ്റുള്ള നിങ്ങൾക്ക് നല്ലൊരു വർക്ക് തരാം. ഓക്കെ, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതും. ഓക്കെ, ഐഡിയ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക ആരാന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഞാൻ കുറച്ച് ഡള്ളായിട്ട് സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പനിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിൽ ചെറിയ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
നിങ്ങൾ നന്നായിട്ട് ട്രേഡ് ചെയ്യുക, സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ വെച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വേറെ ഒന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്യാപിറ്റൽ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യണം. അത് നിങ്ങൾ മറക്കരുത്. ക്യാപിറ്റലിൻ്റെ ബേസിലാണ് എന്ത് പോണത്, ഈ നിങ്ങൾക്ക് എടുക്കേണ്ട ട്രേഡ് എമൗണ്ട് നിങ്ങൾക്ക് പോകണം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗ്രൂപ്പിൽ 2%, ഞാനിപ്പോൾ പറയുകയാണ്, ഇന്നത്തെ ഈ സെക്ഷനിൽ 11 മണീൻ്റെ സെക്ഷനിൽ 11ൻ്റെ സെക്ഷന് നമ്മുടെ എയിം 2% പറഞ്ഞാൽ എൻ്റെ ഒപ്പം ട്രേഡ് ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും 2% എടുത്തിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ഇനി 3% പറഞ്ഞാൽ എല്ലാവരും 3%, ക്യാപിറ്റലിൻ്റെ 3% അല്ലാതെ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയും വെച്ച് അവിടെ ഇപ്പോൾ ചിലവരെന്താ സംഭവിക്കണമെന്നറിയോ, ആദ്യത്തെ ട്രേഡിൽ കൊണ്ടുപോയി 1000 രൂപ ഇടും, രണ്ടാമത്തെ അത് എങ്ങനെ ലോസ് ആണെങ്കിൽ പേടിച്ചിട്ട് എന്ത് ചെയ്യും, പിന്നെ കൊണ്ടുപോയിട്ട് 150 റുപ്യ ഇടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഒരിക്കലും നിങ്ങൾ പ്രോഫിറ്റബിളായിട്ട് അത് വിന്നാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറില്ല. നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതേപോലുള്ള ഫോർമാറ്റുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. ഓക്കെ, ഇത് ഓൾറെഡി പണ്ട് ഞാൻ ഇട്ടതാണ്. എൻ്റെ പഴയ 2023 മെമ്പേഴ്സുകളൊക്കെ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് ഓൾറെഡി ഉണ്ട്. അവർ ചെയ്യുന്നതാണിത്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. നിങ്ങൾക്കൊന്നും കൂടെ ഒരു അപ്ഡേറ്റ് പോലെയാണ് ഞാനിത് ഇതിൻ്റെ എന്താ പറയുക ഇതൊന്നും കൂടെ തരുന്നത്. ഓക്കെ, ഒരു ചെറിയൊരു അപ്ഡേറ്റ് പോലെയാണ് ഞാൻ തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. കാരണം നമുക്ക് പ്രോഫിറ്റ് മാത്രം മതി, നമുക്ക് ലോസ് വേണ്ട.